ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയുമ്പോൾ നമ്മുടെ One UI 7 സ്റ്റേബിൾ അപ്ഡേറ്റ് നമുക്ക് കുറച്ച് ദിവസം മുമ്പ് കിട്ടിയിരുന്നല്ലോ. നമ്മുടെ മിക്ക എല്ലാ ഫോണുകൾക്കും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ S21 സീരീസ് ആയിക്കോട്ടെ, S22 ആയിക്കോട്ടെ, S23 ആയിക്കോട്ടെ, S24 ആയിക്കോട്ടെ, ബാക്കിയുള്ള ഡിവൈസുകൾക്ക് നമുക്ക് ഈ മെയിൽ തന്നെ കിട്ടും കേട്ടോ. ബാക്കിയുള്ള ഇപ്പോൾ A സീരീസുകൾക്കും അങ്ങനെ കുറച്ച് സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം ഈ മാസം തന്നെ കിട്ടും കേട്ടോ എല്ലാത്തിനും. അപ്പോൾ പക്ഷേ ഈ One UI 7 സ്റ്റേബിൾ അപ്ഡേറ്റ് ചെയ്തവർക്ക് കുറേ പേർക്ക് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി ആൾക്കാർക്കും ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് 90% ആൾക്കാർക്കും വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ അല്ലെങ്കിൽ എന്താ പറയുക ഡൗൺഗ്രേഡ് ആയി അങ്ങനെ ഇഷ്യൂസുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു 10% ആൾക്കാർക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകണം. അപ്പോൾ എനിക്ക് തന്നെ കുറേ പേര് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറേ ഇഷ്യൂസ് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റും മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടെന്നു. അത് മാത്രമല്ല, പോസിറ്റീവ് കമൻസുകൾ നമുക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതായത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഔട്ട് വാറണ്ടി കഴിഞ്ഞ ഫോൺ തന്നെയായിരുന്നു. ഇപ്പം എൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓൾറെഡി S23 ഉണ്ട്. അതിലും നമ്മൾ നോർമൽ S23 ഉണ്ട്. അതിൽ നമ്മൾ വാറണ്ടി കഴിഞ്ഞാണ്, അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലോഗതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GH പോയി കാണാൻ പോയി കണ്ടുപോകാം. അത് ഈ ചാനലാണത്, പുതിയ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതിട്ടാ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ്ഡാണ്, ക്വാളിഫൈഡ് ഉണ്ട്. നമ്മൾ സ്മാർട്ട് ഫോൺ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഫിനാൻസിലേക്ക് മാറിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇതെൻ്റെ സാംസങ് ആണ്. ഇപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി One UI 7 ബീറ്റ അപ്ഡേറ്റ് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബീറ്റ അപ്ഡേറ്റിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എന്താ പറയുക സ്റ്റേബിൾ അപ്ഡേറ്റിലേക്ക് മാറ്റാനുള്ള ഒരു അപ്ഡേറ്റാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 900 MB സൈസ് ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ബീറ്റ അപ്ഡേറ്റിൽ തന്നെ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നോർമൽ അപ്ഡേറ്റ് ആകുമ്പോൾ ഒരു 5 GB തൊട്ട് 5.3 GB സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോർമൽ ന്യൂസേഴ്സിനുള്ള അപ്ഡേറ്റിൽ വന്നപ്പോൾ സൈസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതാ എൻ്റെ ഇപ്പോൾ Android 15 ആയിട്ടുണ്ട് കേട്ടോ. Android 15 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ One UI 7 ആയിട്ടുണ്ട്. One UI 7 ഞാൻ കാണിക്കാനും പറ്റില്ല. അപ്പോൾ ഇതിൽ ഞാൻ മുമ്പ് ബീറ്റ അപ്ഡേറ്റ് ഉണ്ടായിരുന്നപ്പോൾ കുറേ ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നപ്പോൾ നല്ല എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ് വന്നേക്കുന്നത്. മെയിനായിട്ട് നോട്ടീസ് ചെയ്തേക്കുന്നത് പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. എന്താ പറയുക ആനിമേഷൻ ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളായിക്കോട്ടെ ഭയങ്കര സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ട് സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ ഓരോ ഡിഫറൻസ് ആണല്ലേണ്ട്, അത് വന്നിട്ടുണ്ട് ഇതിൽ. നമ്മുടെ എന്താ പറയുക അത് ഈ സാധനത്തിലേക്ക് ഉണ്ട് കേട്ടോ. വിവോയിലും ഉണ്ട്, അതുപോലെ തന്നെ ഷോമിയിലും ഉണ്ട് ഈ സംഭവമൊക്കെ. ലേറ്റസ്റ്റ് അവരുടെ ഹൈപ്രോസിലൊക്കെ ഉണ്ട് സാധനം. ഇത് നമ്മുടെ ഷോമിയാണ്. ഷോമി 615 ആണ്. ഇതിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ OnePlus 13 നിങ്ങളൊരു 40,000 റേഞ്ചിൽ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ OnePlus 13 നല്ലൊരു ഫോണാണ് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫറിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു OnePlus ബഡ്സ് ഫ്രീ ആയിട്ട് കിട്ടും. പ്രൈസ് ഡിഫറൻസ് വലിയ കാര്യമൊന്നും വന്നിട്ടില്ല, പക്ഷേ ഒരു ഫ്രീ ബഡ്സ് കിട്ടും. അതാണ് ഓഫർ കേട്ടോ. നമ്മുടെ ആമസോണിലാണുള്ളത്, നോക്കുന്നവർ നോക്കാം. ഇത് നമുക്ക് പിന്നെ കുറേ പേര് നമുക്ക് കമ്പനി തന്നു. അവർക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ബാറ്ററി ബാക്കപ്പ് ഭയങ്കരമായിട്ട് കുറഞ്ഞു, ബാറ്ററി ഡ്രെയിൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കര ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ട് ഫോക്കസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഡിസ്പ്ലേ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതായത് ഗ്രീൻ ലൈൻ ഇഷ്യൂ കുറച്ച് പേർക്ക് വന്നിട്ടുള്ളൂ. മുമ്പത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ആൾക്കാർക്ക് വന്നിരിക്കുന്നത് ഈ ഇഷ്യൂസുകളാണ്. അതായത് ക്യാമറ ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട്, ബാറ്ററി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതാണ് മെയിൻ ഇപ്പോൾ കാണിക്കുന്ന കുറേ അപ്ഡേറ്റുകൾ അല്ല ഇഷ്യൂസുകൾ കേട്ടോ. ഇത് ലിമിറ്റഡ് കുറച്ച് ആൾക്കാർക്കാണ് വന്നേക്കുന്നത്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് നോർമൽ S23 സീരീസുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് തോന്നുന്നത്. അൾട്രാ സീരീസുകൾക്ക് അങ്ങനെ ഇഷ്യൂസും കാണുന്നൊന്നും റിപ്പോർട്ട് ചെയ്യുന്നൊന്നും കണ്ടില്ല. ഞാൻ കുറേ സപ്പോർട്ട് ഓൺലൈൻ മീഡിയയിലൊക്കെ നോക്കിയപ്പോൾ അൾട്രാ സീരീസുകൾക്ക് വലിയ ഇഷ്യൂസും കാണുന്നൊന്നും റിപ്പോർട്ട് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് അപ്ഡേറ്റ് ചെയ്യാം. വലിയ ഇഷ്യൂസും കാണുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ വാറണ്ടിയിലാണെങ്കിൽ കണ്ണും പൂട്ടി അപ്ഡേറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ചാൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും നമ്മുടെ പെർഫോമൻസിൽ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഭയങ്കരമായിട്ട് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വലിയ കാര്യമായിട്ടുള്ള കസ്റ്റമൈസേഷനും ചെയ്തിട്ടില്ല. നോർമൽ ഡിഫോൾട്ട് മോഡൽ തന്നെ. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കസ്റ്റമൈസേഷനോ എന്താ പറയുക ഐക്കൺസോ അങ്ങനെ ചേഞ്ച് ചെയ്യാറൊന്നുമില്ല. ഡിഫോൾട്ടായിട്ടുള്ള സംഭവം എനിക്ക് ഇഷ്ടം. അപ്പോൾ സ്റ്റോക്ക് അതിനോടാണെങ്കിൽ സ്റ്റോക്കാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ മോട്ടോറോളൊക്കെ ചെയ്തപ്പോൾ ഞാൻ അത് മാറ്റാറൊന്നുമില്ല. അതൊക്കെ ഡിഫോൾട്ടായിട്ടുള്ള സംഭവമാണ്. പിക്സൽ ഉപയോഗിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നമ്മളും ഈ പ്രത്യേകിച്ച് ഈ ചൈനീസ് ആപ്പുകൾ ഇതിലുണ്ട്, സാംസങ്ങിലുണ്ട്, നമ്മുടെ ചൈനീസ് വിവോയിലും അതുപോലെ തന്നെ OnePlusലും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഷോമിയിലൊക്കെ തീംസ് ഇഷ്ടം പോലെ കിട്ടും. ഞാൻ പക്ഷേ അത് ഉപയോഗിക്കാറില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടം പോലെ അപ്ഡേറ്റ്സുകൾ, അതായത് കസ്റ്റമൈസേഷൻ അപ്ഡേറ്റ്സുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് നമ്മുടെ One UI 7. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാംസങ്ങിന് തന്നെ ഗുഡ് ലോക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഗുഡ് ലോക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിലേക്കും ആഡ് ചെയ്തൊന്നുണ്ട് അവർ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ സാംസങ് സ്റ്റോറിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ.
ഇപ്പോൾ ഗുഡ് ലോക്ക് ഗുഡ് ലോക്ക് സാംസങ് സ്റ്റോറിൽ അല്ല പ്ലേ സ്റ്റോറിലും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിലും അപ്ഡേറ്റ് ചെയ്യാം, അതിലും വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്താണ് സംഭവം കണ്ടോ. ഇതിൽ കസ്റ്റമൈസേഷൻ്റെ പോരാണ്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്താൽ മതിയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും One UI 7 അപ്ഡേറ്റ് ചെയ്യാൻ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ വാറണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ അതായത് ഒരു 1.3 years, അതായത് ഒരു കൊല്ലം 3 മാസം കഴിഞ്ഞ ഡിവൈസുകളാണെങ്കിൽ കുറച്ച് റിസ്ക്കിയാണ്. അതിനാണ് മെയിനായിട്ട് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നത്. അതിൻ്റെ താഴെയുള്ളവർക്ക് അത്യാവശ്യം സുഖമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ നോർമൽ S23 ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 year 1 month ആയിട്ടുള്ളൂ. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ഇഷ്യൂസ് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ One UI 7 സ്റ്റേബിളിൻ്റെ ഒരു ഓവർ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 1 week ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടത് കേട്ടോ, ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാം. അടുത്തുള്ളതാണ്.